അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ പറയുന്നത് അസ്മാൽ ഹുസ്നയിലെ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇസ്മിനെ കുറിച്ചിട്ടാണ്. ഒരു നാമമാണ് ഇന്ന് പറയുന്നത്. ഈ ഒരു ഇസ്മ് വളരെ പ്രാധാന്യം നിറഞ്ഞതും അതിലേറെ വളരെ ഫലം കിട്ടുന്നതുമായ ഒരു ഇസ്മാണ്. നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് ആളുകൾ ഒരുപാട് പ്രയാസങ്ങൾ പല രീതിയിൽ അനുഭവിക്കുന്നുണ്ട്. അതിനെല്ലാം തന്നെ നാം ഒരുപാട് ദിക്റുകളായാലും ദുആകളായാലും ഒക്കെ ഓതാറുമുണ്ട്. നമ്മുടെ പ്രയാസങ്ങളൊക്കെ തന്നെ അല്ലാഹു തആല മാറ്റിത്തരട്ടെ, ആമീൻ. അതുപോലെ തന്നെ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് സ്നേഹമെന്ന് പറയുന്നത്. ഇന്ന് പല ജീവിതത്തിലും പല കുടുംബങ്ങളിലും ഇല്ലാത്തതും ആ ഒരു കുറവാണ്. പലർക്കും പരസ്പരം സ്നേഹിക്കാനുള്ള ഒരു സമയമില്ല. സ്നേഹമാണ് ഒരു ജീവിതത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. പരസ്പരം സ്നേഹിക്കാൻ അത് ഭാര്യയും ഭർത്താവും തമ്മിലും അതുപോലെ മക്കളും മാതാപിതാക്കളും തമ്മിലും ഞാൻ ഈ പറയുന്ന ഈ ഒരു ഇസ്മ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക. കുടുംബ ബന്ധങ്ങളിൽ സ്നേഹമില്ലായ്മ എന്ന ആ ഒരു പ്രശ്നം ഇതിലൂടെ ഈ ഒരു ഇസ്മിലൂടെ നമ്മൾ പരിഹരിക്കുന്നതാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ എന്നും വഴക്കാണെങ്കിൽ പോലും ഇന്നു മുതൽ നമ്മൾ ഈ ഒരു ഇസ്മ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക. ഈ ഒരു ഇസ്മ നമ്മൾ 1000 തവണയാണ് ദിവസേന ചൊല്ലേണ്ടത്. ഏതാണ് ആ ഇസ്മ? യാ വദൂദു യാ അല്ലാഹ്, യാ വദൂദു യാ അല്ലാഹ്, യാ വദൂദു യാ അല്ലാഹ്. ഈ ഒരു ഇസ്മ നമ്മൾ ദിവസേന ഓതി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. കുടുംബ ബന്ധത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും എല്ലാം ഈ ഒരു ഇസ്മിലൂടെ നമുക്ക് പരിഹാരം കാണുന്നതാണ്. പരസ്പരം സ്നേഹമില്ല എന്ന ഒരു പ്രശ്നം ഭാര്യയും ഭർത്താവും തമ്മിൽ എന്നും പ്രശ്നമാണെങ്കിൽ പോലും ഈ ഒരു ഇസ്മ നമ്മൾ ഇന്നു മുതൽ ചൊല്ലുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതാണ്. പരസ്പരം സ്നേഹിച്ചും പരസ്പര വിശ്വാസത്തോടു കൂടിയും ജീവിതം മുന്നോട്ട് പോകുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നല്ല നല്ല അറിവുകളുമായി അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. അസ്സലാമു അലൈക്കും.